ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഐസ്ക്രീം ബോളാണ്. പിന്നീട് നമ്മൾ കേട് വന്നിട്ടുള്ള ഒരു പെയിന്റിംഗ് ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള പീസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ആ മടക്കിലൂടെ ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ മടക്കി അതിൽ നിന്നും ഇതളുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ അതിൽ നിന്നും ഇതുപോലെ ഇതളുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ചെറിയ ഇതളുകളും വലിയ ഇതളുകളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഐസ്ക്രീം ബോളിലേക്ക് ഇതുപോലെ നമുക്ക് അതെല്ലാം ഒട്ടിച്ചെടുക്കണം. ഫസ്റ്റിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് ചെറിയ ഇതളുകളാണ്. ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടില്ല, കുറച്ച് ടൈം എടുക്കും ഒന്ന് ഒട്ടിക്കിട്ടാനായിട്ട്. അപ്പൊ നമുക്കിതിന് ചുറ്റും ഇതുപോലെ ഇതളുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഇനി നമ്മൾ അതിന്റെ താഴെയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഇതളുകൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മൾ അതിൽ മുഴുവനായിട്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അതിന്റെ ഇവിടെ ആയിട്ടൊരു ഹോൾ ഉണ്ടാക്കി എടുക്കണം. അപ്പൊ നമ്മളത് തീയിൽ ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പെയിന്റിംഗ് ബ്രഷ് ഇതിനകത്തേക്ക് നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഓരോ ഇതളുകളും നമ്മൾ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അതെല്ലാം ഒന്ന് വിടർത്തി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതൊക്കെ ഒട്ടിച്ചെടുക്കാനുണ്ട്. അതിന് മുൻപായിട്ട് നമുക്കിതിന്റെ താഴെ ഒട്ടിച്ചെടുക്കാനുള്ളത് ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. വീണ്ടും നമ്മളത് ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളതിൽ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ബ്രഷിന്റെ നാര് പോലെയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതിലും നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫ്ലവറിന്റെ താഴേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഇനി നമുക്കത് ഫ്ലവറിന്റെ താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതെല്ലാം നമ്മൾ അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ തണ്ടിൽ ഗ്രീൻ കളർ പേപ്പർ തന്നെ ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ അതിൽ ഒട്ടിച്ചെടുക്കാനുള്ളതാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത പീസും നമ്മൾ അതിലേക്ക് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിന്റെ നടുക്കായിട്ട് വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഐസ്ക്രീം ബോൾ വെച്ച് വേറെയും ചില ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വുളൻ ത്രെഡ് ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് ഒട്ടിച്ചെടുത്തു. അപ്പൊ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇലകൾ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ പേപ്പറിൽ ഈ ഒരു അടപ്പ് വെച്ച് 2 റൗണ്ട് ഷേപ്പുകൾ വരച്ചെടുക്കുകയാണ്. അത് രണ്ടും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു റൗണ്ട് പീസ് ഇതുപോലെ മടക്കി കൊടുത്ത് വീണ്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിന്റെ വെയിൻസിന്റെ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് 2 ഇലകളും ഇതുപോലെ റെഡിയാക്കി എടുക്കണം. ഇനി നമ്മുടെ ഫ്ലവർ നമ്മൾ ഇതിലേക്കാണ് വെച്ചു കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒരു തെർമോക്കോളിന്റെ പീസ് വെച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ അതിനകത്തേക്ക് ചെറിയ 2 തെർമോക്കോളിന്റെ പീസ് ആദ്യം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഇതും കൂടെ വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു കളർ പേപ്പറിൽ നിന്നും ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത് അതിന്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ അതിലേക്ക് ആദ്യം ഒട്ടിച്ചെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഇലകൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മൾ 2 ഇലകളും അതിലേക്ക് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവറും കൂടെ നമുക്ക് അതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. നമ്മുടെ ഫ്ലവറും നമ്മൾ അതിലേക്ക് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ ഐസ്ക്രീം ബോളിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കുഞ്ഞു ലോട്ടസ് പ്ലാന്റ് കാണാനായിട്ട്? അപ്പൊ നമ്മൾ ഐസ്ക്രീം ബോളിൽ ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ഈ ഒരു ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.